ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ ആണ്. ഈ ചാപ്റ്ററിൻ്റെ 8ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 7 പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബ്രെയിനിനെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിനിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ 2ാമത്തെ പാർട്ടായിട്ടുള്ള സ്പൈനൽ കോഡിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സ്പൈനൽ കോഡിനെ പറ്റിയിട്ടാണ്, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ന്യൂറോൺസിൽ കൂടെ എങ്ങനെയാണ് സന്ദേശങ്ങൾ, ഇമ്പൾസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്പൈനൽ കോഡ് എന്താണെന്ന് പഠിക്കാം. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് എന്നാണ് ആദ്യം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നോക്കി, സ്പൈനൽ കോഡ് ഈസ് ദ പാർട്ട് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം സീൻ ആസ് ദി കണ്ടിന്യൂഷൻ ഓഫ് മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പോയിന്റാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പോൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണ്. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റയ്ക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാണ് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് വിചാരിക്കാം. ഈ കാണുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ എന്ന് വിചാരിക്കുക. ഇതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സ്പൈനൽ കോഡ് എന്ന് വിളിക്കുക. ഈ സ്പൈനൽ കോഡ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ എന്താണ്, ഭാഗമാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാനുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. ഈ സ്പൈനൽ കോഡിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഗ്രേ മാറ്റർ കാണാം, വൈറ്റ് മാറ്റർ കാണാം, സെൻട്രൽ കനാൽ കാണാം, ഡോർസൽ റൂട്ട് കാണാം, വെൻട്രൽ റൂട്ട് കാണാം. അങ്ങനെ ഒരു 5 പാർട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, നമ്മുടെ സ്പൈനൽ കോഡിൽ കാണാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്നതാണ് വൈറ്റ് മാറ്റർ. ഈ കാണുന്നതാണ്, ഇങ്ങനെ വൈറ്റിൽ കാണുന്ന ഈ ഭാഗമാണ് വൈറ്റ് മാറ്റർ. പിന്നെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ബട്ടർഫ്ലൈ സ്ട്രക്ചർ പോലെ കാണുന്നതാണ് ഗ്രേ മാറ്റർ. പിന്നെ എന്തുണ്ട്, സെൻട്രൽ കനാലുണ്ട്. സെൻട്രൽ കനാൽ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ്. ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് സെൻട്രൽ കനാൽ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ഗ്രേ മാറ്റർ കാണുന്നുണ്ട്, ഒരു വൈറ്റ് മാറ്റർ കാണുന്നുണ്ട്. പിന്നെ ഈ ഗ്രേ മാറ്ററിൻ്റെ ഉള്ളിൽ ഒരു സെൻട്രൽ കനാൽ കാണുന്നുണ്ട്. ഈ സെൻട്രൽ കനാലിൻ്റെ ഉള്ളിൽ എന്തുന്നുണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഭാഗത്തിനെയാണ്, അതായത് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഇങ്ങനെ ബ്രാഞ്ച് പോലെ കാണുന്ന സ്ട്രക്ചർ ഉണ്ടോ, ഇതിൻ്റെ മുകളിൽ ബ്രാഞ്ച് പോലെ ചില സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ കാണുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോർസൽ റൂട്ട്. എന്താണ് വിളിക്കുക, ഡോർസൽ റൂട്ട്. ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന്, അതായത് നമ്മുടെ ബോഡിയിലെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ടേക്ക് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡോർസൽ റൂട്ട് എന്താ, ഡോർസൽ റൂട്ട് ട്രാൻസ്മിറ്റ് ദ മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബോഡി ടു ദി സ്പൈനൽ കോഡ്. അപ്പോൾ ഡോർസൽ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്ത് നിന്ന് കിട്ടുന്ന മെസ്സേജസ് സ്പൈനൽ കോഡിലോട്ടേക്ക് എത്തിക്കുന്നത് ഡോർസൽ റൂട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ഭാഗം കണ്ടോ, ഈ കാണുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡോർസൽ റൂട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഡോർസൽ റൂട്ട് എന്താ ചെയ്തത്, അതായത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ടേക്കാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ ഡോർസൽ റൂട്ട് എന്ന് വിളിച്ചു. വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് മെസ്സേജസ്, ഇൻസ്ട്രക്ഷൻസ് സ്പൈനൽ കോഡിൽ നിന്ന്
ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് എന്തെന്ന് പറയുന്നത്, വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. ഡോർസൽ റൂട്ട് എന്തായിരുന്നു? ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് മെസ്സേജസ് സ്പൈനൽ കോഡിലോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡോർസൽ റൂട്ട് എന്ന് വിളിച്ചു. വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്ടിലോട്ടേക്കാണ് മെസ്സേജസ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, വെൻട്രൽ റൂട്ട് എന്ന് വിളിച്ചു. അപ്പോൾ രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കാം, കാരണം രണ്ടും മാറിപ്പോരുത്. ഡോർസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ടേക്ക് മെസ്സേജസും, വെൻട്രൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്ടിയിലോട്ടേക്ക് മെസ്സേജസ് ട്രാൻസ്മിറ്റും ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചറായിട്ട് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് നെർവ് ഇമ്പൾസസ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെർവ് ഇമ്പൾസസ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇമ്പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇമ്പൾസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇമ്പൾസസ് എന്ന് വിളിക്കുക. മെസ്സേജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഇമ്പൾസസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ എന്താണ് നെർവ് ഇമ്പൾസ് എന്നാണ് നമുക്ക് ഈ ഒരു പോയിന്റിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു വേർഡാണ് ഇതെന്ന് പറയുന്നത്. എന്താണ് നെർവ് ഇമ്പൾസ്? നെർവ് ഇമ്പൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോണിക്കോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നെർവ് ഇമ്പൾസസ് എന്ന് വിളിക്കുക. ഇപ്പോൾ ഒരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഒരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഈ ന്യൂറോണിക്കോടെ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ന്യൂറോണിക്കോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ എന്താണ് നെർവ് ഇമ്പൾസസ്? മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. ന്യൂറോണിക്കോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസിനെ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസസ്. അപ്പോൾ എന്താണ് നെർവ് ഇമ്പൾസസ്? മെസ്സേജസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ന്യൂറോൺസ്. ന്യൂറോണിക്കോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, നെർവ് ഇമ്പൾസസ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ന്യൂറോണിക്കോടെ എങ്ങനെയാണ് മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നതിനെ പറ്റിയിട്ടാണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് നമ്മുടെ മെസ്സേജസ് ന്യൂറോണിക്കോടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു പോയിന്റ് പഠിക്കാനുണ്ട്. ഓൾ ദി സെൽസ് ഇൻക്ലൂഡിങ് ന്യൂറോൺ ഹാവ് ആൻ ഇലക്ട്രിക് ചാർജ്. അതായത് എല്ലാ സെൽസിനും, ന്യൂറോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൽസിനും എന്തുണ്ടെന്നാണ് പറയുന്നത്, ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത്. ദ ഇന്നർ സൈഡ് ഓഫ് ദി സെൽ മെംബ്രെയിൻ ഹാസ് നെഗറ്റീവ് ചാർജ് കമ്പയർഡ് ടു ദർ ഔട്ട്സൈഡ് സൈഡ്. വെൻ സ്റ്റിമുലേറ്റഡ് പോസിറ്റീവ് അയോൺ ഫ്രം ഔട്ട്സൈഡ് ടു ദ സെൽ മെംബ്രെയിൻ എൻ്റർ ദി സെൽ കോസിങ് ദി ടെമ്പററി ചാർജ് വേരിയേഷൻ ഇൻ ദാറ്റ് റീജിയൻ. അതായത് നമ്മളൊരു പോയിന്റ് പറഞ്ഞു, ന്യൂറോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൽസിനും എന്തുണ്ട്, ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ന്യൂറോണിനെ ഇവിടെ വരയ്ക്കാമെന്ന് വിചാരിക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ ന്യൂറോൺ. ഈ ന്യൂറോണ് എന്തില്ല, സ്റ്റിമുലേഷൻസ് ഒന്നും കിട്ടുന്നില്ല, സന്ദേശങ്ങളൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ ന്യൂറോൺസിന് ഒരു ചാർജ് ഉണ്ടാവും. ഈ ന്യൂറോൺസിൻ്റെ ഉള്ളിലത്തെ ഇന്നർ സൈഡ് ഓഫ് സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജസ് ആയിരിക്കും. ഇപ്പോൾ ഇതൊരു ഇന്നർ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഈ സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലത്തെ സൈഡിൽ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജസ് ആയിരിക്കും ഉണ്ടാകുക. പുറത്തെ സൈഡ് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിട്ടായിരിക്കും കാണാം. പുറത്തെ സൈഡ് എന്തായിട്ടായിരിക്കും കാണാം, പോസിറ്റീവ് ചാർജ് ആയിട്ടായിരിക്കും പുറത്തെ സൈഡ് കാണാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റിമുലസ് ഒന്നും കിട്ടാത്ത സമയത്ത് നമ്മുടെ ന്യൂറോണിൻ്റെ ന്യൂറോണിൻ്റെ ആക്സോൺ ഇരിക്കാം. പുറമേ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു ന്യൂറോണിന് സ്റ്റിമുലേഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കുക. സ്റ്റിമുലേഷൻ കിട്ടുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു റീജിയനിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേഷൻ കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഈ ഒരു റീജിയനിലാണ് സ്റ്റിമുലേഷൻ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ ഈ പുറമേയുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലോട്ടേക്കും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ടേക്കും പോകും. അപ്പം നമ്മുടെ ആക്സോൺ എങ്ങനെ വരും, ആക്സോൺ എന്ന് പറയുന്നത് എങ്ങനെ വരും, ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് പുറത്തുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലേക്കും ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് പുറത്തോട്ടേക്കും വരും. അപ്പോൾ എന്തുണ്ടാകും, കോസിങ് എ ടെമ്പററി ചാർജ് വേരിയേഷൻ ഇൻ ദാറ്റ് റീജിയൻ. ആ റീജിയനിൽ മാത്രം എന്തുണ്ടാവും, ഒരു ടെമ്പററി ചാർജ് വേരിയേഷൻ ഉണ്ടാവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ സ്റ്റിമുലേഷൻസ് ഒന്നും കിട്ടാത്ത സമയത്ത് നമ്മുടെ ന്യൂറോണിൻ്റെ പുറമെ പോസിറ്റീവും ഉള്ളിൽ നെഗറ്റീവും ആയിരിക്കും. ഇനി ഒരു റീജിയനിൽ സ്റ്റിമുലേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ പുറമെയുള്ള ചാർജ്, അതായത് പോസിറ്റീവ് ചാർജ് ഉള്ളിൽ
ഉള്ളിലോട്ടേക്കും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ടേക്കും ആയിട്ട് എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് ചാർജ് വേരിയേഷൻ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടോ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ നോക്കി, സ്റ്റിമുലസസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത് നമ്മുടെ ന്യൂറോണിൻ്റെ ആക്സോണാണ്. ഈ ആക്സോണിൻ്റെ പുറമേ എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്, ഉള്ളിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ദ ഔട്ടർ സർഫസ് ഓഫ് സെൽ മെംബ്രെയിൻ ഈസ് പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഇന്നർ സർഫസ് ഈസ് നെഗറ്റീവ്ലി ചാർജ് വെൻ നോട്ട് സ്റ്റിമുലേറ്റഡ്. അതായത് സ്റ്റിമുലേഷൻസ് ഒന്നും കിട്ടാത്ത സമയത്ത് ഒരു ന്യൂറോണിൻ്റെ പുറമേ പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും ആയിരിക്കും. ഇനി നോക്കി അടുത്ത ഫിഗർ എന്താ, അടുത്ത ഫിഗർ നമുക്ക് ഇവിടെ ഒരു സ്റ്റിമുലസ് വന്നു. നോക്കി ഇവിടെ ഈ ഒരു ഭാഗത്താണ് സ്റ്റിമുലസ് വന്നത്. സ്റ്റിമുലസ് വന്നപ്പോൾ എന്താണ് ഇവിടെ കാണാൻ സാധിച്ചത്, നോക്കി ഉള്ളിലുള്ള പോസിറ്റീവ് ചാർജ് പുറമേയുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലോട്ടേക്ക് വന്നു. കണ്ടോ, ആ റീജിയനിൽ പോസിറ്റീവ് ചാർജ് ഉള്ളിലോട്ടേക്ക് വന്നു, അകത്തുള്ള നെഗറ്റീവ് ചാർജ് എങ്ങോട്ട് വന്നു, പുറത്തോട്ടേക്കും വന്നു. ഓക്കെ ആണല്ലോ. അകത്തുള്ള പോസിറ്റീവ് ചാർജ് പുറത്തോട്ടേക്കും വന്നു. അപ്പോൾ സ്റ്റിമുലസ് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്, ആ ഒരു സ്ഥലത്ത് മാത്രം അവരുടെ ചാർജുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടായി. പുറമേയുള്ള പോസിറ്റീവ് ചാർജ് ഉള്ളിലോട്ടേക്കും ഉള്ളിലുള്ള നെഗറ്റീവ് ചാർജ് പുറത്തോട്ടേക്കും വന്നു. ഇനി നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, എന്താണ് പഠിച്ചിരിക്കുന്നത്, നമ്മുടെ ചാർജസ് എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടേക്കാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കി, ഈ ഒരു ചാർജ് ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നെഗറ്റീവ് അല്ല ഇരിക്കുന്നത്, അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിലോട്ടേക്ക് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? അതാണ് ഇവിടെ കണ്ടോ, ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിവിടെ പോസിറ്റീവായിട്ട് മാറി. ഈ ഒരു ഫിഗറിൽ, മൂന്നാമത്തെ ഫിഗറിൽ എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ പോസിറ്റീവായി, ഇവിടെയായിരുന്നു പോസിറ്റീവ്, ഈ പോസിറ്റീവ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ പോസിറ്റീവായിട്ട് വന്നു. ഇനി ഈ പോസിറ്റീവ് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത സ്ഥലത്തോട്ടേക്ക് പോകും. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ട് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യും, അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് മെസ്സേജസ്, നമ്മൾക്ക് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ ഒരു ന്യൂറോൺ മാത്രമല്ല ഉള്ളത്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, കുറേ കോടിക്കണക്കിന് ന്യൂറോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ന്യൂറോൺസ് ഒരു മെസ്സേജസ്, ഒരു ന്യൂറോണിൽ നിന്ന് ഒരു മെസ്സേജസ് അടുത്ത ന്യൂറോണിലേക്ക് പോകും, അടുത്ത ന്യൂറോണിൽ നിന്ന് അടുത്ത മെസ്സേജസ് അടുത്ത ന്യൂറോണിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മുടെ ന്യൂറോൺസിൽ കൂടെ മെസ്സേജസ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് മെസ്സേജസ് ന്യൂറോണിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു ന്യൂറോണിന് തന്നെ മാത്രം മെസ്സേജസ് ഇരുന്നാൽ മതിയോ? അല്ല, അടുത്ത ന്യൂറോണിലോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പം ഒരു ന്യൂറോണിൽ നിന്ന് ഉള്ള മെസ്സേജസ് അടുത്ത ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കി, നമുക്കിവിടെ 2 ന്യൂറോൺസ് തന്നിട്ടുണ്ട്. ഇതൊരു ന്യൂറോൺ, ഇത് വേറൊരു ന്യൂറോൺ. ഓക്കെ ആണല്ലോ. ഈ ന്യൂറോണിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ന്യൂറോണിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു സ്പേസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ സിനാപ്റ്റിക് നോബാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഈ സിനാപ്റ്റിക് നോബ്, ഈ ഒരു ഫസ്റ്റത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ ഒരു ബ്ലൂ കളറിൽ വട്ടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആ സ്പേസിനെ സൂം ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഭാഗം, ഈ ഒരു സ്പേസ് കണ്ടോ, ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബ്, 2 ന്യൂറോണിൻ്റെയും സിനാപ്റ്റിക് നോബുകൾ തമ്മിലുള്ള സ്പേസാണ് ഈ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് ഒരു സ്പേസ്. ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. മനസ്സിലായോ? ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് നമ്മൾ ആ ഒരു സ്പേസിനെ വിളിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത് ദ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺസ്, 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ചെറിയ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ എന്താണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് മനസ്സിലായല്ലോ? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ്, 2 ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ചെറിയ ഡിസ്റ്റൻസ് ആണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇവിടെ നോക്കി, ഈ ഒരു ന്യൂറോൺ ഉണ്ട്, ഇത് ആദ്യം കണ്ട ന്യൂറോൺ അല്ലേ, ഇത് രണ്ടാമത് വരുന്ന ന്യൂറോൺ അല്ലേ. അപ്പോൾ ആദ്യം വരുന്ന ന്യൂറോണിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. ആദ്യം വരുന്ന ന്യൂറോണിനെ എന്താ വിളിക്കുക,
പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഇനി രണ്ടാമത് വരുന്ന ന്യൂറോൺ കണ്ടോ, ഈ രണ്ടാമത് വരുന്ന ന്യൂറോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ആദ്യം വരുന്ന ന്യൂറോണിനെ നമ്മൾ എന്താ വിളിച്ചത്, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. രണ്ടാമത് വരുന്ന ന്യൂറോണിനെ എന്താ വിളിക്കുക, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ ഒന്നാമത്തെ ന്യൂറോണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇനി രണ്ടാമത്തെ ന്യൂറോൺ എന്താ, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. അപ്പോൾ അതിൻ്റെ മെംബ്രെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾക്ക് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലും കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ കുറേ ഇങ്ങനെ റെഡ് പഠിക്കാനുള്ളത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നാണ് പഠിക്കാനുള്ളത്. ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. ഈ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഒരു റെഡ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ മുത്ത് പോലത്തെ കുറേ സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും അല്ലേ. അങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് അതിൻ്റെ മുത്ത് പോലെയുള്ള കുറേ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്നാണ് അതിനെ വിളിക്കുക. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ കാണുന്ന സംഭവം എന്താ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് മനസ്സിലായില്ലേ. അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബിൽ കാണുന്ന വെസിക്കിൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് വിളിക്കുക. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് സിനാപ്റ്റിക് നോബിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ ടിപ്പ് ഓഫ് ദി ആക്സോൺ കണ്ടെയ്നിങ് വെസിക്കിൾസ് ഫില്ലഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ആണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഈ സിനാപ്റ്റിക് വെസിക്കിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അതാണ് നമ്മുടെ ന്യൂറോ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ളത്. ഇനി നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ എന്തുണ്ടെന്ന് അറിയോ, റിസപ്റ്റേഴ്സ് ഉണ്ട്. എന്തിനാ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ കാണുന്നത്, ഈ വെള്ള കളറിൽ കാണുന്നുണ്ടോ, അതൊക്കെ എന്താണ്, റിസപ്റ്റേഴ്സ് ആണ്. എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ റിസപ്റ്റേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മെസ്സേജസ് വരുന്നുണ്ടെങ്കിൽ ആ മെസ്സേജസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസപ്റ്റേഴ്സ് ഉള്ളത് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലാണ്. അപ്പോൾ ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സ് എന്തിനെ സ്വീകരിക്കും, നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്വീകരിക്കാനാണ് എന്തുള്ളത്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഇടയിൽ, അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ്റെയും ഉള്ളിൽ എന്തുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ് വിളിക്കുക. ഈ ഒരു റീജിയനാണ് എന്തെന്ന് പറയുന്നത്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണതെന്ന് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വെൻ ദി ഇമ്പൾസ് റീച്ച് ദ. അതായത് എന്ത് ചെയ്യും, സിനാപ്റ്റിക് നോബ്, ഇത് നമ്മുടെ സിനാപ്റ്റിക് നോബാണ്. ഈ കാണുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബാണ്, ഈ റെഡ് കളറിൽ കാണുന്നത്. ഈ സിനാപ്റ്റിക് നോബ് കാണുന്ന റെഡ് എന്തുണ്ട്, സിനാപ്റ്റിക് നോബല്ല, സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട് അല്ലേ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യും, നമ്മുടെ ഇങ്ങനെ വഴി ഇതെന്ത് ചെയ്യും, സിനാപ്റ്റിക് ക്ലെഫ്റ്റിൻ്റെ ഉള്ളിലോട്ടേക്ക്, ഈ ഒരു സ്പേസിലോട്ടേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ആര് സെക്രീറ്റ് ചെയ്യും, സിനാപ്റ്റിക് വെസിക്കിൾസ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ സിനാപ്റ്റിക് വെസിക്കിൾസ് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ടേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്യുകയാണ് ആദ്യത്തെ സംഭവം. മനസ്സിലായോ? ഉണ്ടാവും. ദ സിനാപ്റ്റിക് നോബ് secrete neurotransmitters to the synaptic cleft when the impulse reaches them. These neurotransmitters bind with the receptors of postsynaptic membrane and stimulate that neuron. Synapses transmitted to impulse only one direction and increase the speed of the impulses. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത്
എന്താണ് ഈ ഒരു റീജിയൻ, അതായത് നമ്മുടെ സിനാപ്റ്റിക് നോബിലാണ് എന്തുള്ളത്, സിനാപ്റ്റിക് വെസിക്കിൾസ് ഉള്ളത്. അപ്പോൾ ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലോട്ടേക്ക് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലുള്ള റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്യും. റിസപ്റ്റേഴ്സായിട്ട് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ന്യൂറോണിനെയും എന്ത് ചെയ്യും, ഇത് ഉത്തേജിപ്പിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യും. കണ്ടോ, ഇനി ഈ സിനാപ്റ്റിക് മെംബ്രെയിനിൽ ഈ ന്യൂറോണിൻ്റെ ട്രാൻസ്മിറ്റേഴ്സ് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നടക്കുന്നത്. അതായത് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനിൽ നിന്ന് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിലോട്ടേക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, റിസപ്റ്റേഴ്സിൻ്റെ ട്രാൻസ്മിറ്റ് നടക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, ഇത് ഇമ്പൾസിൻ്റെ സ്പീഡ് കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് ക്ലാസ്സിൽ. ചാനൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിരിക്കപ്പെടുത്താൻ. താങ്ക് യു.